കല്യാണ പാർട്ടികളിലും സൽക്കാരങ്ങളിലും അതുപോലെ ഏതൊരു ഫംഗ്ഷനിലും നമ്മൾ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പിന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിരിക്കട്ടെ ഇത്. കാരണം ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. നമ്മളിത് വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള കുറച്ച് ടിപ്സൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായാൽ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതുപോലെ തന്നെ വഴനയില ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അളവ് കൂടിപ്പോകരുത്. ഇതെല്ലാം 1-2 പീസ് മാത്രം എടുത്താൽ മതിയാകുമേ. അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഒരു സ്റ്റൂവിന് ഭയങ്കര കയ്പ്പ് രസമായിരിക്കും. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാണ് വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടാനുള്ള ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ഇതൊക്കെ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മളിതുപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ചേർക്കുമ്പോഴേ. പിന്നെ അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്നാട്ടോ ഞാൻ എടുത്തത്, കാരണം ഞാൻ ഇത് ഒരു പൊട്ടറ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഒന്നെടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളിയൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറൊന്നും മാറി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കാം. നമ്മളിത് കുക്കറിൽ കുക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ ഉള്ളീൻ്റെ. ഇനി ഇതിലേക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അടിക്ക് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റിൻ്റെ 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തത്. നിങ്ങൾ സാധാരണ മറ്റേ ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നുണ്ടെങ്കിൽ തലേന്ന് കുതിർത്ത് വെച്ചിട്ട് മാത്രം ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പച്ചക്കറികളൊക്കെ നമ്മൾ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചക്കറികൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏകദേശം ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാലയും അതുപോലെ സ്റ്റൂവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ എണ്ണയിൽ കിടന്നിട്ട് അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. അത് ഏകദേശം ഗരം മസാല എടുത്ത അതേ അളവ് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിലൊക്കെ നിങ്ങൾക്ക് ഏത് വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ, സാധാരണ പാത്രത്തിൽ വെച്ച് വേവിച്ചാൽ മതി. കുക്കറിലാകുമ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. വെള്ളം ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല, പച്ചക്കറികളെ മേലെ നിൽക്കുന്ന വിധത്തിൽ ചേർത്താൽ മതി. ഞാൻ സാധാരണ പച്ചവെള്ളം ചേർത്തത്, ചൂടുവെള്ളമാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വിസിൽ വന്ന് കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നവരെ മാത്രമേ വേവിച്ചിട്ടില്ലേ. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരു വിസിൽ മാത്രം എനിക്ക് മതിയായിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ വേവൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികൾ ഒരുപാട് ഉടച്ച് അങ്ങനെ കൊഴുപ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമുക്ക് കറിക്ക് ഒരു ഇത്തിരി തിക്നെസ് വേണം. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് എല്ലാം കൂടി അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 5-6 അങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങേൻ്റെ 2ാം പാലാണ്. അപ്പോൾ 2ാം പാൽ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു തേങ്ങാപ്പാൽ നമ്മളെ പച്ചക്കറികളിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ടൈമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം വെച്ച് വേവിക്കുന്നുണ്ടല്ലോ നമ്മൾ പച്ചക്കറി, അതിന് പകരം നിങ്ങൾക്ക് 2ാമത്തെ തേങ്ങാപ്പാലിൽ പച്ചക്കറികൾ വേവിച്ചെടുത്താൽ മതിയാകും. ഈ ഒരു സമയം ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നമ്മൾ 1ാം പാലൊക്കെ ഒഴിച്ച് കറി റെഡിയാകുമ്പോൾ എല്ലാം നല്ല സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പിരിഞ്ഞതൊന്നുമല്ല, കറിയൊക്കെ റെഡിയാകുമ്പോൾ അത് ശരിയാകും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കറി ഏകദേശം ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങേൻ്റെ 1ാം പാൽ, അതായത് നല്ല കട്ടിയുള്ള പാൽ തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് കൈ വിടാണ്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കൈ വിട്ട് കഴിഞ്ഞാൽ, അതായത് തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കറീൻ്റെ ടേസ്റ്റും പോകും, അതുപോലെ തന്നെ പാലങ്ങ് പിരിഞ്ഞും പോകും. പിന്നെ നമ്മൾ ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന വേറെ സാധനങ്ങൾ എന്ന് പറയുന്നത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, അതായത് കറിവേപ്പില ഒന്ന് ഞെരടിയിട്ട് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെക്കാം.
അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മൂടി തുറക്കുന്നത്. ഇതാ നമ്മളെ കറിയൊക്കെ നല്ല പോലെ തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പിരിഞ്ഞ് പോകാണ്ട് ഒഴിക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ചൂടിന് തന്നെ ഇത് നല്ല പോലെ ഒന്ന് കുറുകിയിട്ട് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മല്ലിച്ചപ്പൊന്നും ചേർക്കുന്നില്ലേ, കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ നിങ്ങൾ തേങ്ങാപ്പാലിന് കുറച്ച് മധുരമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഈ കറിയിൽ ചേർക്കാം. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും നല്ലൊരു റെസിപ്പി ആയിട്ട് ഇത് എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ തലേന്ന് അരിയൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുന്ന കേട്ടോ. അത് എല്ലാം ഒരുമിച്ചിട്ടാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത്. അരിയും ചോറും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും എല്ലാം കൂടി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ അരച്ചിട്ട് ഏകദേശം ഒരു 1-2 മണിക്കൂറിനുള്ളിൽ റെഡിയാകുന്ന ഒരു അപ്പത്തിൻ്റെ കൂട്ടുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള അപ്പവും ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വെള്ളയപ്പം ഒരിക്കലും ഫ്ലോപ്പ് ആവാറില്ല. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർന്ന് വെക്കുന്നത് കൊണ്ട് തന്നെ രാവിലത്തേക്ക് ആ ഒരു നമ്മൾ ചേർത്ത് വെച്ച അരിയും ഇതൊക്കെ നല്ലപോലെ തന്നെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും. അത് പിന്നെ അരച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് അപ്പം ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി അപ്പമാണ്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ ഈ ഒരു സ്റ്റൂവിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടോ. നല്ല കുറുകിയ സ്റ്റൂ ആണ്. നല്ല ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മധുരം ഒക്കെ ചേർന്നിട്ട് അത്രയും രുചിയാണ്. നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ കൂടെയും നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്